അത് കുറച്ച് നേരത്തെ അമ്മ വിളിച്ചു. അതെന്തെങ്കിലും ആവട്ടെ. സോ ഇത് നേരത്തെ കാണിച്ചത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇത് ലെറ്റർ ഉണ്ടാക്കുന്നത്. ഈ പേപ്പർ എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഇതിന് മുമ്പ് ഇന്നലെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചതാണ്. കണ്ടോ, ഇങ്ങനത്തെ കുറേ ഞാൻ ഉണ്ടാക്കി. ഇതും വെച്ച് നമുക്ക് നോട്ട് പാഡൊക്കെ ഉണ്ടാക്കാം. പിന്നെ പടം വരയ്ക്കണതൊക്കെ ഇങ്ങനെ പടമൊക്കെ വരച്ച് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. സോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഫസ്റ്റ് കാണിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി വെള്ളം. ഞാൻ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. 2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. എന്നിട്ട് അത് വെറുതെ കുറച്ച് വെള്ളം കലക്കാം. ഇച്ചിരി മതി, കുറച്ച് വെള്ളം മതി. എന്നുവെച്ചാൽ ഇങ്ങനെ ഒന്ന് വെള്ളമായിട്ട് ഇങ്ങനെ മെൽറ്റായി കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് വെള്ളം എടുക്കുക. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പേപ്പർ. നിങ്ങൾക്ക് ലെങ്ത്ത് അനുസരിച്ച് ഇപ്പോൾ ഒരു ലെറ്റർ എഴുതാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെറ്ററിൻ്റെ അനുസരിച്ച് ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനകത്ത് പെയിൻ്റ് അടിക്കാം. എന്നുവെച്ചാൽ പെയിൻ്റല്ല, ഈ സാധനം ഇത് ഒരു വൃത്തികെട്ടൊരു ബ്രഷാണ്. ചേട്ടനൊക്കെ ഉപയോഗിച്ച് നശിപ്പിച്ച് വെച്ചാൽ ബ്രഷാണ്. ദൈവമേ, ചേട്ടൻ വീഡിയോ കണ്ട് എന്നെ കൊല്ലും. എന്നുവെച്ചാൽ ഈ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നെ തീർന്നു, എൻ്റെ കഥ ഇന്നത്തോടെ തീർന്നു. ഇത് എൻ്റെ ലാസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. സോ ഇത് ഇങ്ങനെ വെള്ളമാക്കുക. വെള്ളം കാണിക്കാൻ പറ്റില്ല. ഉയ്യോ, സമാധാനമില്ലേ? കുറച്ച് നേരത്തായി. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. ദൈവമേ, ചേട്ടൻ്റെ റൂമും ചേട്ടൻ്റെ സാധനങ്ങളും എല്ലാം ഓക്കെ, അതൊക്കെ പോയി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. പിന്നെ ഇങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷും കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് കാപ്പിപ്പൊടി മെൽറ്റ് ചെയ്ത ഒരു സാധനം. പെയിൻ്റ് അടിക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ സംഭവം മാറിയതുണ്ടോ? ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഫുൾ കംപ്ലീറ്റ് അടിക്കണം. കംപ്ലീറ്റ് അടിച്ച് കാണിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഒരു ഫോണിൻ്റെ ഭയങ്കര പ്രത്യേകതയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ വീഡിയോ ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്ക് ക്യാമറ ഓൺ ആവണില്ല. എന്താണോ, നല്ല സൂപ്പർ ഫോണായതുകൊണ്ട്. എന്നിട്ട് ചേട്ടൻ മേടിച്ചതാ OnePlus സാധനമാണ്. പക്ഷെ ഒരു പ്രയോജനമില്ല. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ മാത്രം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതേപോലെ പെയിൻ്റ് അടിക്കാം. ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ വലിയ ഭംഗിയില്ല, ഇങ്ങനെ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ഇതേപോലെ പെയിൻ്റ് അടിക്കുക. എന്നിട്ട് ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഉണക്കാൻ വയ്ക്കാം. അപ്പം അതേപോലെ ഞാൻ ഉണ്ടാക്കിയതാണ്. അതേപോലെ ഈ പേപ്പർ ഇത് ഞാൻ അതേപോലെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതെന്താ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പെൻ, ഇങ്ങനത്തെ പെൻ ഇത് മറ്റേ കുഞ്ഞിപ്പിള്ളേരുടെ നമുക്ക് മാറ്റിക്കും. ഇത് മറ്റേ കുഞ്ഞിപ്പിള്ളേരുടെ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് വന്നിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് മേടിപ്പിച്ചത് ഈ സാധനം. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ വട്ടപ്പറമ്പ് കടയിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പണ്ടത്തെ സാധനം ഞാൻ ഇപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ ബ്ലൂ കളർ പെന്നായി കയറി. ഓക്കെ, ഇങ്ങനത്തെ സാധനം. അപ്പോൾ ഇതും വെച്ചാണ് ഞാൻ വരയ്ക്കണത്. ഞാൻ ഇതും വെച്ച് വരച്ചതാണിത്. ഇതിങ്ങനെ ഓരോ പൂവിൻ്റെ ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതേപോലെ നോക്കി വരയ്ക്കാം. അത്ര ഉള്ള സംഭവം. പിന്നെ ഞാൻ ലെറ്റർ എഴുതിയതാണ് ഇത്. കണ്ടു, നല്ല ഭംഗിയായിട്ട് ഈ പേനം വെച്ച് ഞാൻ എഴുതുകയാണ്. ഈ പെൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ലൈൻ ഡ്രോയിങ് സിസ്റ്റം 0.1 ബ്ലാക്ക് പെൻ. ഇതിങ്ങനെ ഇതുണ്ടോ ഇത്രയും? അയ്യോ, കാണില്ലേ? എന്തായാലും ഇങ്ങനെ സൂചി പോലത്തെ സംഭവം. ഇത് പടം വരയ്ക്കണവർ ഉപയോഗിക്കുന്ന കേട്ടോ. ഞങ്ങളുടെ കോളേജിലെ BFA ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ ഉപയോഗിക്കാൻ കണ്ടിട്ടുണ്ട്. അത് വരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അതും വെച്ച് ഞാൻ എഴുതി. ഓക്കെ, അതും വെച്ച് ഞാൻ എഴുതി. ഇതിന് ഇങ്ങനത്തെ ഈ മിൽക്കി വൈറ്റാണ്.
ക്രീമി വൈറ്റ് പെൻ. ഇതിങ്ങനെ വൈറ്റ്നർ പോലെ തന്നെ പേനയാണ്, സാധാരണ പേന പോലെ വൈറ്റ് പെൻ പോലെ വരയ്ക്കുകയൊക്കെ ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇത് വേറെ ഒരെണ്ണമുണ്ടായി. ഇത് 3 ഞാൻ ഉണ്ടാക്കി. പിന്നെ ഈ ലെറ്റർ എഴുതി. അപ്പം വരയ്ക്കണതൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യുക, നല്ല അടിപൊളിയാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ നോട്ട് പാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് വെറുതെ ഉണക്കിയാൽ മതി. വെറുതെ ഉണക്കിയിട്ട് നിങ്ങളിങ്ങനെ വരയ്ക്കുക. നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അങ്ങനെ വരയ്ക്കുക. അല്ലെങ്കിൽ ഒന്നും വരയ്ക്കാൻ അറിയില്ലെങ്കിൽ എന്തെങ്കിലും കുത്തി വരച്ച് അങ്ങോട്ട് വയ്ക്കുക. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുക. പിന്നെ മറ്റേ സംഭവമില്ലേ, ഇങ്ങനെ സ്റ്റാപ്ലെയർ ഒക്കെ, എൻ്റെ പേര് അറിയില്ല, മറ്റേ സ്റ്റാപ്ലെയർ ഇങ്ങനെ അടിച്ചിട്ട് റൗണ്ടായിട്ട് ഹോളൊക്കെ വരുന്ന സംഭവം, അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു നൂല് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോട്ട് പാഡായി. മറ്റേ കുഞ്ഞ് നോട്ട് പാഡ് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല, ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് 64 രൂപയുടെ മറ്റേ A4 ഷീറ്റിൻ്റെ മറ്റൊരു വലിയ ബുക്കില്ലേ, കോളേജ് ബുക്കിൽ നിന്ന് ഒരു 4 പേപ്പർ കീറിയിട്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കിയത് ഗൈസ്, ഇത്രയും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണവരാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വെറുതെ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ച് കളിക്കുക. എനിക്കൊക്കെ ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. ദൈവമേ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് ട്രൈ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഓരോ വീഡിയോസും പിന്നെ മ്യൂസിക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ബൈ.